ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗോപാലമാമനെ കൊണ്ട് കൂട്ടിയാ കൂടുന്ന കാര്യമായിരുന്നെങ്കിൽ ഞാൻ ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പൊ മോൾ അവിടെ നിന്നില്ലെങ്കിൽ സിത്താര മാഡം അവര് പറയുന്നത് പോലെ പ്രവർത്തിക്കും. മോൾക്കറിയാലോ, ഒരു കരുണയില്ലാത്ത വർഗ. ഇതിൽ കൂടുതൽ ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല. എങ്കി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പണം ഇങ്ങ് തന്നേക്ക്. പറ്റും നിനക്ക്? ഇതെന്ത് ന്യായ മാഡം? പണം തന്നപ്പോ എന്നോട് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെയ്തില്ലേ? ഓ, അങ്ങനൊരു ഭീഷണി ഉണ്ടോ നിന്റെ കയ്യില്? എങ്കി പിന്നെ ആ പണം കൊണ്ട് നീ സുഖപ്പെടുത്തിയ നിന്റെ അമ്മയുണ്ടല്ലോ, അവരെ ഞാനൊന്ന് കാണട്ടെ. എന്താ വേണോ? അങ്ങനെ എനിക്ക് പോവേണ്ടി വന്നാ പിന്നെ നീ അങ്ങോട്ട് ചെല്ലുന്നതേ ചലനമില്ലാതെ കിടക്കുന്ന നിന്റെ അമ്മയെ കാണാനിട്ടായിരിക്കും. എന്താ മേഡം ഇത്? എന്നോട് എന്തെങ്കിലും പകയുണ്ടോ മേഡത്തിന്? അല്ലെങ്കിൽ എന്നെ എന്തിനെങ്ങനെ ദ്രോഹിക്കുന്ന? തൽക്കാലം ഞാൻ പറയുന്ന ഒന്ന് കേക്കൂ. അത് കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് നാളെ രാവിലെ വരെ സമയം വേണം. അതുവരെ നീ അവിടെ നിന്നേ പറ്റൂ. ഇന്നത്തെ രാത്രി നിന്നോട് അവിടെ നിൽക്കാൻ പറഞ്ഞതേ നവീന്റെ മണിയറയിൽ നവീന്റെ ഒപ്പം ഉറങ്ങാനല്ല. നവീന്റെ ബെഡ്റൂമിൽ പോലും നീ കയറി പോരുത്. എന്തെങ്കിലും പറഞ്ഞിട്ടേ അവിടുന്ന് ഒഴിഞ്ഞു മാറിക്കോണം. അയ്യോ, നിങ്ങളിങ്ങനെ അമ്മയും മകളും മാറി മാറി എന്നെ എന്തിനെങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന? എനിക്കൊരാളുടെ മണിയറയും കാണണ്ട, അതിനകത്തേക്ക് കേറാൻ വേണ്ട. ഗാഥ സ്നേഹിച്ച പുരുഷനല്ലേ, ഗാഥയല്ലേ അയാളോടൊപ്പം ജീവിക്കേണ്ടത്. മണിയറയിലേക്ക് ഗാഥയോട് തന്നെ കേറിക്കോളാനല്ലേ ഞാൻ പറഞ്ഞത്. എന്റെ അടുത്ത് ശബ്ദം ഉണ്ടാക്കരുത്. മമ്മിയുടെ തീരുമാനം എന്താണോ അതേ നടക്കുള്ളൂ. പിന്നെ നവീന്റെ കാര്യത്തില് മുമ്പ് പറഞ്ഞതുപോലെ തെറ്റ് പറ്റിപ്പോയാൽ പിന്നെ അതും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരാൻ നിക്കരുത്. മമ്മിക്ക് പകരം നിന്റെ അമ്മയെ കാണാൻ പോകുന്നത് ഞാനായിരിക്കും. മനസ്സിലായോ? മര്യാദയ്ക്ക് എന്താ വേണ്ടെന്ന് വെച്ച് ആലോചിക്കും. മമ്മിയുടെ പരീക്ഷണങ്ങളൊക്കെ അതിരി കടക്കുന്നുണ്ട്. അവസാനം ഞാൻ ജീവിതകാലം മുഴുവൻ കരയാൻ ഇടവരരുത്. അല്ല, മണവാളനെ മണവാട്ടിയും കാണുന്നില്ലല്ലോ. ഇവരിത് അവിടെ പോയി? അവരെ വിളിച്ചില്ലേ സുമിത്രേ? നവീൻ സാറിന്റെ കാര്യം ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ലെന്നേ. ചിലപ്പോ പെട്ടെന്ന് ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് ഗാഥാമാടത്തെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവും. അതെന്ത് മര്യാദയാ? കല്യാണ ദിവസമല്ലേ? കുടുംബക്കാരോടും സംസാരിക്കാതെ അങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവോ? എന്റെ നിർമ്മലേ, മാണിക്കുഞ്ഞ് ഒരു രസം പറഞ്ഞതാ. ഇനി അതേ തൂങ്ങി കേറണ്ട. തക്കാളിയും ഗാഥ എവിടെ മോനെ? ഗാഥ ഇങ്ങോട്ടേക്ക് വന്നില്ലേ? ഭൂമിനി ഞാൻ തനിച്ചുണ്ടായിരുന്നുള്ളൂ. നീ നല്ല ആളാ. ഇനി മുതൽ ഒറ്റയ്ക്കല്ല എന്നുള്ള ബോധ്യം വേണം. ഇനി എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഗാഥ മോൾ എന്ത് ചെയ്യാ, എവിടെ നിക്ക എന്നൊക്കെ നോക്കണം. ഈ കുട്ടി ഇത് എവിടെയാ? ഞാൻ വിളിച്ചിട്ട് വരാം. മമ്മിയെ പിരിഞ്ഞിരിക്കുന്ന സങ്കടത്തില് കൂടെ കൂടെ മമ്മിയെ വിളിച്ചോണ്ടിരിക്കുന്ന കണ്ടു. എളുപ്പല്ല സിത്താരയ്ക്കും ഗാഥമോൾക്ക് പിരിഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ മമ്മിയെ കാണാതെ ഇറങ്ങി ഓടിക്കാണു. അങ്ങനെ വല്ലതും? ഉദയ, നല്ലൊരു ദിവസമായിട്ട് നിർമ്മലയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും നീ പറയൂ. നിർമ്മല സന്തോഷിക്കും. പക്ഷേ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിയുമ്പോ ഉദയന്റെ സന്തോഷം ചിലപ്പോ നഷ്ടപ്പെടും. അത് വേണോ? അല്ലമ്മേ, അത്
മാണിക്കുഞ്ഞ് തമാശ പറയുന്ന പോലെ ഞാനും ഒരു രസം പറഞ്ഞല്ലേ ഉള്ളൂ. ഒരുപാട് രസിക്കണ്ട ആരും. ഉം. ഓ. അവർ ചെയ്യാൻ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തില്ലേ? ചാവൂന്ന് അറിഞ്ഞിട്ടും താലി കെട്ടാൻ ഞാൻ നിന്നു കൊടുത്തില്ലേ? എന്നിട്ടിങ്ങനെ ചതിക്കാന്ന് പറഞ്ഞ ഇത് ഗാഥമ്മയുടെ നിൽക്കേണ്ട സ്ഥല. ഞാൻ എങ്ങനെ നേരം വെളുക്കുന്നത് വരെ ഈ വീട്ടിൽ നിൽക്കുന്നത്? അവർക്ക് അവിടെ നിന്ന് ഇങ്ങനെ കൽപ്പിച്ചാൽ മതിയല്ലോ. ഇവിടെ നിൽക്കുന്ന എന്റെ മാനസികാവസ്ഥ കൂടി അവരെ ആലോചിക്കണ്ടേ? അമ്മയുടെ കാര്യം പറഞ്ഞ് അവരെന്നെ പേടിപ്പിക്കാം. ഒരാള് തന്ന പണം തിരിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോ വേറൊരാള് ഞാൻ നവീനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരെന്നെ കൊല്ലുന്ന ഭീഷണിപ്പെടുത്തുക. ഇതെവിടുത്തെ ന്യായോ? ഞാനേ ഇവിടെ ഇറങ്ങാൻ പോവാ. ആരും അറിയാതെ ഞാൻ എവിടേക്കെങ്കിലും ഒളിച്ചോടാൻ പോവാ. അതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റില്ലല്ലോ മോളെ. ഗോപാലമാമനെ കൊണ്ട് കൂട്ടിയാ കൂടുന്ന കാര്യമായിരുന്നെങ്കിൽ ഞാൻ ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പൊ മോൾ അവിടെ നിന്നില്ലെങ്കിൽ സിത്താര മാഡം അവര് പറയുന്നത് പോലെ പ്രവർത്തിക്കും. മോൾക്കറിയാലോ, ഒരു കരുണയില്ലാത്ത വർഗ. അതുകൊണ്ട് ഇന്ന് രാത്രി കൂടി. എന്താ ഗോപാലമാമയെ പറയുന്ന? സത്യം പറഞ്ഞ ഇനി വരാൻ പോകുന്നതല്ല എന്റെ മരണം. ഈ വീട്ടിലെത്തി വേഷം കെട്ടി നിൽക്കുന്നതാ എന്റെ മരണം. മോളെ, ഇതെന്തിനാ ഫോൺ ഒളിപ്പിക്കുന്നേ? മമ്മിയോടാ സംസാരിച്ചെന്ന് എനിക്കറിയാലോ. സത്യം പറഞ്ഞ അമ്മയും മോളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം കാണുമ്പോ എനിക്ക് കൊതിയാവുക. ആർക്കാ ഇങ്ങനെ ഒരു മകളെ കിട്ടാൻ ആഗ്രഹമില്ലാണ്ടിരിക്കുക? അമ്മേ, വിട്ടുപിരിയാൻ ഒരുപാട് പ്രയാസം ഉണ്ടാവും. പൊരുത്തപ്പെടലൊക്കെ പതുക്കേ പറ്റൂ. എന്നാലും ഇനി മുതൽ മമ്മിയുടെ സ്ഥാനത്ത് ഞാനുണ്ട്. എന്ത് വിഷമമുണ്ടെങ്കിലും മോൾ അമ്മയോട് പറഞ്ഞാ മതി. ഇനി മോളുടെ വീട് ഇതാ. മോളുടെ അമ്മ ഞാനാ, കേട്ടോ? രാധ ആദ്യം കണ്ടപ്പോ ഞാൻ കരുതിയതേ, ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു രീതിയുണ്ടല്ലോ, ഒരു കാര്യത്തിലും ഒരു ഒട്ടിച്ചേരലും ഇല്ലാതെ വെറുതെ ഇങ്ങനെ നടക്കുക എന്നുള്ളത്. അങ്ങനത്തെ കുട്ടിയാണെന്നാ. പക്ഷെ അടുത്തറിഞ്ഞപ്പോഴല്ലേ ഈ മനസ്സിന്റെ ആഴം എനിക്ക് മനസ്സിലായത്. കൃഷ്ണ